മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത് ഇസ്രയേലിലെ വ്യോമത്താവളങ്ങൾ. എന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിലെ ആശങ്കകൾക്കിടെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രയേൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ തത്സമയം ചേരുന്നു. പറയൂ രാംകുമാർ, ഇന്നത്തെ ഡെവലപ്മെന്റ്. പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമാവുകയല്ലേ? SKN തീർച്ചയായും പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം അയവ് വന്നു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ലബനനിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സേനയും ഹിസ്ബുള്ള പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. രണ്ടാഴ്ചക്കിടെ 1000-ഓളം പേർ ലബനനിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ 8 സൈനികർക്കും ജീവൻ നഷ്ടമായതായി ഇപ്പോൾ ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു. അവിടെ ടാങ്കുകളും മറ്റും തകർത്തതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെ ലബനനിൽ ഒരു വശത്ത് ഈ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇന്നലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ലക്ഷ്യമിട്ടത് ഇസ്രയേലിലെ വ്യോമത്താവളങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്രയേലിന്റെ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്ത് അടക്കം ഇന്നലെ മിസൈൽ പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ആസ്ഥാനത്തിനടുത്ത് വലിയൊരു ഗർത്തം രൂപപ്പെട്ടതിന്റെ ചിത്രങ്ങൾ സഹിതം ഇന്ന് പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഈ മിസൈലുകൾ പലതും ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കാൻ കഴിഞ്ഞെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ വീണ് കാര്യമായ കേടുപാടുകൾ അവിടുത്തെ കെട്ടിടങ്ങൾക്കും മറ്റും സംഭവിച്ചിട്ടുണ്ട്. അതേസമയം മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അസാധാരണമായ ഒരു നടപടി ഇന്നുണ്ടായി. ഐക്യരാഷ്ട്രസഭയുടെ മേധാവിയായ അന്റോണിയോ ഗുട്ടറസിനെ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായി ഇസ്രയേൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിന് കാരണമായി പറയുന്നത് ഇറാന്റെ ആക്രമണത്തെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചില്ല എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ഒരു അസാധാരണ നടപടിയിലേക്ക് നീണ്ടത്. നേരത്തെ തന്നെ ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു അന്റോണിയോ ഗുട്ടറസ്. ഒരു ശൂന്യതയിൽ നിന്ന് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകില്ല എന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 7 മിന്നൽ ആക്രമണം ഉണ്ടായപ്പോൾ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചത്. ഇതിനെതിരെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പലപ്പോഴും ഈ ഗസയിലെ ഒരു മാനുഷിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏകപക്ഷീയമായ ഒരു യുദ്ധത്തെ അപലപിച്ചുകൊണ്ട് പലപ്പോഴും ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വരികയും ഈ വെടിനിർത്തലിനെ ആഹ്വാനം ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഇസ്രായേൽ ഗുട്ടറസിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. SKN. ഓക്കെ, താങ്ക് യു രാംകുമാർ.